നീ വിഷമിക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. എനിക്കൊരു തലവേദന വരാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിസ്സാരമായിട്ട് കരുതി, വല്ല ചെന്നിക്കുത്തോ മറ്റോ ആണോന്ന് കരുതി. പക്ഷേ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഡോക്ടർ ആ വൃത്തികെട്ട സത്യം എന്നോട് വെളിപ്പെടുത്തി. അത് കേൾക്കുമ്പോ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. പിടിച്ചു നിൽക്കൂ. പിടിച്ചു. എനിക്ക് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമർ. ട്യൂമർ 2 രീതിയിലുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒന്ന് ലോങ് ടൈം വാലിഡിറ്റി ഉള്ളതും മറ്റൊന്ന് ഷോർട്ട് ടൈം വാലിഡിറ്റി ഉള്ളതും. എന്റെ കഷ്ടകാലത്തിൽ എനിക്ക് ഷോർട്ട് ടൈം വാലിഡിറ്റി ഉള്ള ട്യൂമറാണ്. മരണം കാത്തു കഴിയുന്ന ഞാൻ എങ്ങനെ നിന്നെ വിവാഹം കഴിക്കും? എനിക്കതിനെങ്ങനെ സാധിക്കും? ഹലോ ഹലോ ഹലോ. അങ്ങനെ അത് കട്ടായി. ഞാൻ ആരാ മോൻ? മോനെ ടോണി. എടാ ടോണി, ഇത്ര വലിയ കുഴപ്പമുണ്ടായിട്ടും നീ അത് മനസ്സിൽ ഒളിപ്പിച്ച് നടന്നു അല്ലേ? ഇനി റോയ്ച്ചനും പിള്ളേർക്കും ആരാടാ ഉള്ളത്? നിന്നെ കണ്ട് കൊതി തീർന്നില്ല. അപ്പോഴേക്ക് ഈ ദൈവങ്ങൾക്ക് അസൂയായോ? മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണി അടിച്ചു പൊളിക്കും. ടോണി, മരിക്കാൻ നിൽക്കുമ്പോഴാണോ നിന്റെ ധിക്കാരം? നീ മരിച്ചു കഴിഞ്ഞാ നിനക്ക് വേണ്ടി കരയാൻ ഞാനെങ്കിലും ബാക്കി വേണ്ടേ? ഓ എടാ പൊട്ട, ഞാനതൊരു സെറ്റപ്പിന് ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. വെറുതെ കുറെ കരഞ്ഞു. ഇനി ഞാൻ പല നമ്പരുമായിട്ട് ഇവിടെ കറങ്ങി നടക്കുമ്പോ എന്റെ പുറകെ വേണ്ടാത്ത റിയാക്ഷനുമായിട്ട് വന്ന നിന്റെ മോന്ത ഞാൻ അടിച്ചു പൊളിക്കും. ഇല്ല, ഞാൻ വരുന്നില്ല. വരാതിരുന്നാ നിനക്ക് കൊള്ളാം. നീ നിന്റെ ബുദ്ധിയോട് പറഞ്ഞു കൊടുക്കണം, എനിക്കൊരു നടനാകാനുള്ളതാണ്. കഴിവ് കുറച്ച് കുറഞ്ഞു പോയാലും മുഖമാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായ? ആ നീ പൊക്കോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. കുറച്ച് ക്യാൻസർ വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ. ഓക്കെ നാൻസി, നീ വിഷമിക്കരുത്. ഞാൻ ആ സത്യം പറയാൻ പോവുകയാണ്. എത്ര ബോൾഡായാലും പെണ്ണ് തന്നെയാ, അറിയോ? നീ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു പെണ്ണല്ല അവള്. പിന്നെന്താ, അവൾക്ക് 10 തലയുണ്ടാ. എടാ നീ ഇതുവരെ വളച്ച പോലെ അല്ലത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആ. അവള് സ്ട്രോങ് ആണേ ഞാൻ ഡബിൾ സ്ട്രോങ് ആടാ. ഇത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ എങ്ങനെയാ അവളായിട്ടൊന്ന് മുട്ടുന്നേ? പറയാം. അവൾ അവിടെ നിന്ന് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതല്ലേ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ വർക്ക് അവളെ കോഫി ഷോപ്പിൽ കൊണ്ടുവരണം. അത് നടക്കുവോ? നടക്കും. അതിനാദ്യം നീ അവളുടെ ഫോൺ നമ്പർ എങ്ങെടുക്കും. ഒരു പെണ്ണിന്റെ നമ്പർ എങ്ങനെ ഇവനെ പോലത്തെ ഒരുത്തിന് കൊടുക്കുന്നേ? ലക്ഷ്യല്ലേ പ്രധാനം. നീ എന്താ നെറ്റിൽ സെർച്ച് ചെയ്യണോ? അല്ല, കൈ വരച്ചിട്ടാ. എന്താ അവളുടെ പേര്? നേഹാന്നാ പേര്. നീ എങ്ങനെയൊക്കെ വളയ്ക്കാൻ നോക്കണ, നിന്നെ കൊണ്ട് പറ്റൂത്. കാമോണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് ലീവ് എടുത്തേ ഉള്ളൂ. കോഫി ഷോപ്പ് ഉണ്ട്. ഓക്കേടാ, ബൈ, ടേക്ക് കെയർ. നിനക്കറിയില്ലേ ജൂലി, എന്റെ ക്ലാസ്മേറ്റ്? അവളാ വിളിച്ചത്. അവള് സ്റ്റേറ്റ്സിലാ. അടുത്ത ദിവസം കോഫി ഷോപ്പ് കാണാൻ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ആഹാ, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓഹോ സാറാ, ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ. ഈ ഫിറ്റ്നസ് ടിപ്സ് ഒക്കെ എനിക്ക് നാളെ ജിമ്മിൽ പറഞ്ഞു കൊടുക്കാനുള്ളതാ. എപ്പോഴും എങ്ങനെയാ, കിച്ചണിൽ എന്തെങ്കിലും കാര്യമുള്ള ദിവസം ഇങ്ങനെ ബുക്ക് വായിച്ചു വന്നിരിക്കും. ഇന്ന് എല്ലാരും ഒരുമിച്ചാ ലഞ്ച് എന്നുള്ള കാര്യം നീ മറന്നോ? ഓ സാറാ, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദേ, ഒരു പരിധി വരെയുള്ള മടിയൊക്കെ ഓക്കെ. ഇതെന്തൊരു മടിയാത്. നിനക്ക് കുക്കിംഗ് അറിഞ്ഞുണ്ടെങ്കിൽ എന്നെ കിച്ചണിൽ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാലോ അല്ലേ? ഹയ്യടാ, നീ എന്താ വിചാരിച്ച എനിക്ക് കുക്കിംഗ് അറിയില്ലെന്നോ? എന്റെ അറിവ് നീ ഇതുവരെ ഒരു സാധനം ഇവിടെ കുക്ക് ചെയ്തിട്ടില്ല. ആഹാ, 2 ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങൾ എല്ലാരും കഴിച്ചല്ലോ. അത് ആരുണ്ടാക്കിയതാ? അതിന്റെ വിശേഷം പിറ്റേന്ന് എല്ലാവരും അറിഞ്ഞതാണല്ലോ. ഡെഡി, കുട്ടികളുണ്ടാക്കുന്ന നൂഡിൽസിന്റെ കാര്യം പറയാൻ നിനക്ക് നാണമുണ്ടോ? അല്ലേലും ഇങ്ങനെയാ. അന്നാള് കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം 2 ദിവസം മുമ്പ് പപ്പടം കച്ച കഥ പറഞ്ഞ എസ്കേപ്പ് ആയ ആളാണ്. അല്ല, അറിയാമെങ്കിൽ ചോദിക്കുക, നിനക്ക് കുക്കിംഗ് അറിയോ? സീ സാറാ, നീ ഷെഫ്സിനെ കണ്ടിട്ടില്ലേ? അവർ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ല.
24/7 കിച്ചണിലും എക്സ്പെരിമെന്റ് ചെയ്തോണ്ടും തിന്നോണ്ടും ഒക്കെ ഇരിക്കും. അതിന് റിസൾട്ട് എന്താ? തടിച്ച് വീർത്ത് നീ കണ്ടിട്ടില്ലേ? അതാണ് എനിക്ക് കുക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഓ, പിന്നെ ഞാൻ എക്സ്പേർട്ട് മീൻകറിയുടെ കാര്യത്തിലാ. മീൻകറിയോ? ആ, നീ എന്റെ കൈ കൊണ്ട് മീൻകറി കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. അതാണ്. അപ്പൊ മോള് ചെല്ല് കിച്ചണിലേക്ക്. വലുതും ഉണ്ടാക്കാൻ നോക്കൂ, ഉച്ചയ്ക്ക് അവരൊക്കെ വരത്തില്ലേ? അയ്യടാ, ഇന്ന് ഫുഡ് നിന്റെ കൈ കൊണ്ടായിരിക്കും. നിനക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയാലോ. മോള് വന്നേ 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 വന്നേ. ഫ്രിഡ്ജില് മീനുണ്ട്, നമുക്ക് മീൻകറി ഉണ്ടാക്കാം.